കരയില്ല മോളെ, ഞാൻ പറഞ്ഞില്ലേ. അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞാ ഞാൻ ഇതൊന്ന് മറികടക്കുക? കണ്ടില്ലേ, എങ്ങോട്ട് പോണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിന്റെ കിളിയോ എന്നാ തോന്നുന്നേ. ചേച്ചി പറയേച്ചി. എടാ, അമ്മയെ MKS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നല്ലേ നീ പറഞ്ഞത്? ഇവിടെ വന്ന് നോക്കിയപ്പോ അങ്ങനെ ഒരു പേരിൽ ആരെയും അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. അയ്യോ അബദ്ധം പറ്റി, ഞാൻ പറയാൻ മറന്നു. അമ്മയെ അവിടെയല്ല അഡ്മിറ്റ് ചെയ്തത്. എടാ, എന്താ നീ പറയുന്നേ? ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ലെന്നോ? ഇല്ല ചേച്ചി. അതിനു മുമ്പ് വരുന്ന വഴിക്ക് VK ഹോസ്പിറ്റലിൽ കണ്ട് അവിടെ കയറ്റി അഡ്മിറ്റ് ചെയ്തു. നിനക്ക് എന്താ ഈ കാര്യം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാല്? ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. അയ്യോ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ഐസിലോ ഉള്ളത് ചേച്ചി. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താന്ന് അറിയില്ല, ഡോക്ടർ നോയിക്കൊണ്ടിരിക്കുക. ശരി, ഓക്കെ, ഞാൻ ഉടനെ തന്നെ വരാം. താങ്ക്സ്. ശരി മാം. എന്താടാ ഞാൻ ചെയ്യോ? ഡോക്ടർ, പുറത്ത് എന്താ നടക്കുന്നതെന്ന് ഞാൻ ഒന്ന് പോയിട്ട് നോക്കിട്ട് വരാം. ഒന്നും ഉണ്ടാവില്ല, നിന്റെ മുത്തശ്ശി ഒന്നും ഉണ്ടാവില്ല, ഒന്നും ആവില്ല കേട്ടോ. ഓക്കെ. അയ്യോ, അമ്മ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകുന്ന തോന്നുന്നു. ചേച്ചി ഇങ്ങോട്ട് വരുമല്ലോ. കവിന്റെ അച്ഛനാണെങ്കിൽ ഇവിടെയുണ്ട്. രണ്ടുപേരും കണ്ടുപിട്ടരുതെന്ന് അമ്മ പറഞ്ഞതുവാ. ഈ കാര്യം എങ്ങനെയെങ്കിലും അമ്മയോട് പറയണം. അയ്യോ, എന്റെ ഭഗവാനെ, ഒരച്ഛന്റെ ലാളന എന്റെ പേരക്കുട്ടിക്ക് ആദ്യമായിട്ട് കിട്ടുക. ഇതുപോലെ തന്നെ കവിൻ മോനും ഒരമ്മയുടെ ലാളന വേഗം തന്നെ കിട്ടണേ. ഇതെല്ലാം ഞാൻ വിചാരിക്കണ പോലെ തന്നെ ഒന്ന് നടത്തി തരണേ ഭഗവാനെ. നിക്ക്, എന്ത് പറ്റി? എന്താ ഇങ്ങനെ ടെൻഷൻ ഓടി വരുന്നത്? അതൊന്നുമില്ല, അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. ഡോക്ടർ അതിനകത്ത് അമ്മയെ പരിശോധിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ അകത്തേക്ക് കയറാൻ അവര് സമ്മതിക്കില്ല. അതെനിക്കറിയാം. എന്നാലും അമ്മയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല സർ. അമ്മയുടെ അവസ്ഥ എന്താ, എന്ത് കണ്ടീഷനാന്നറിയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സർ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഞാൻ അകത്ത് പോയിട്ട് അമ്മയുടെ അവസ്ഥ എന്താന്ന് നോക്കിയിട്ട് ഓടി ഇങ്ങോട്ട് വരാം സർ. നിങ്ങൾ ഇവിടെ തന്നെ നിക്കണേ. നിലാമോളെ, നീ വിക്രമങ്ങളുടെ കൈ പിടിച്ച് ഇവിടെ നിക്കേ. അകത്തേക്ക് വരല്ലേ. അമ്മേ, എന്റെ പൊന്നമ്മേ. ഡോക്ടർ, ആരാ നിങ്ങളെ അകത്തേക്ക് വിട്ടത്? ഡോക്ടർ, എന്തിനാ അകത്തേക്ക് വന്നത്? മര്യാദയ്ക്ക് പുറത്തിറങ്ങ. ഡോക്ടറെ, ഇതെന്റെ മോൻ തന്നെയാ. അവനും ഈ നാടകമൊക്കെ അറിയാം. അപ്പൊ നിനക്കും അറിയാമോ? എനിക്ക് എന്റെ അമ്മയെ അറിയാം. അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിക്കും, അത്രേ ഉള്ളൂ. പേടിക്കണ്ടടാ, നീയും വലിയ നടനാവൂടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മിണ്ടായിരിക്കട്ടോ. ഇപ്പഴാ ചേച്ചി എന്നെ ഫോൺ ചെയ്തേ. അയ്യോ, അവളെന്താ പറഞ്ഞേ? അമ്മയും കൂട്ടിക്കൊണ്ട് MKS ഹോസ്പിറ്റലിൽ പോയെന്നല്ലേ പറഞ്ഞത്. അവിടെ അമ്മ അഡ്മിറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ഇപ്പൊ എവിടെയുള്ളതെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്താടാ പറഞ്ഞേ? എനിക്ക് പെട്ടെന്ന് കള്ളം പറയാൻ പറ്റിയില്ല. അമ്മ ഇവിടെ VK ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് അറിയാതെ പറഞ്ഞു പോയി. അയ്യോ, പോയി. എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്ന് പിറന്നല്ലോടെ എനിക്ക്. നീ എപ്പോഴും നാക്കെടുത്ത കള്ളുമല്ലേ പറയാറുള്ളൂ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? വലിയ സത്യസന്ധനെ പോലെ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു വന്നേക്കുന്നു. ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലാന്ന് പറയാറുന്നില്ലേ നിനക്ക്? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി നേരെ അവൾ ഇങ്ങോട്ട് വരില്ലേ? അയ്യോ, അവള് കവിന്റെ അച്ഛനെ നേരിട്ട് കാണില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് കള്ളം പറയാൻ പറ്റിയില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, കവിന്റെ അച്ഛൻ പുറത്ത് തന്നെ നിൽക്കുവാണല്ലോ. നീച്ചി ഇപ്പൊ നേരിട്ട് കാണൂല്ലോ അവനെ.
അങ്ങനെ കണ്ടാൽ തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നേ? എന്തിനാ അമ്മ പേടിക്കുന്നേ? ഒറ്റ